1859 മുതൽ 1930 വരെ ജീവിച്ചിരുന്നു. ആർതർ കോനൻ ഡോയിലിൻ്റെ വിഖ്യാതമായ കുറ്റാന്വേഷണ നോവലിലെ കുറ്റാന്വേഷകനായ കഥാപാത്രമാണ് ഷെർലക് ഹോംസ്. സൃഷ്ടാവിനെക്കാളും താൻ പിറന്നു വീണ ഗ്രന്ഥത്തെക്കാളും മഹത്വമാർന്ന അസ്തിത്വവിശേഷം നേടിയ കഥാപാത്രമാണിത്. തീർത്തും കൽപ്പിത കഥാപാത്രമായിരിക്കുകയും അതേസമയം ജീവിക്കുന്ന യാഥാർത്ഥ്യമായി ലോകം വിശ്വസിക്കുന്ന പ്രതിഭാസവുമായി ഷെർലക് ഹോംസ് മാറി. ഡോയലിൻ്റെ ഈ അപസർപ്പകനായ കഥാപാത്രം എഴുതപ്പെട്ട് ദിവസങ്ങൾക്കകം ലോക വായനക്കാരെ വശീകരിച്ചു. ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിലെ 221B എന്ന മുറിയിൽ താമസമാക്കി തൻ്റെ സന്തതസഹചാരിയായ ഡോക്ടർ വാട്സണോടൊപ്പം നടത്തുന്ന കുറ്റാന്വേഷണം വളരെയധികം ഉദ്യോഗജനകമാണ്. ഷെർലക് ഹോംസിനെ ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി വിശിഷ്ടാംഗം നൽകി ആദരിച്ചു. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ഇത്തരത്തിൽ ആദരിക്കപ്പെടുന്നത്. ക്കാർക്കിടയിൽ തികച്ചും അമരനായ കഥാപാത്രമാണ് ഷെർലക് ഹോംസ്. കോനൻ ഡോയിൽ ഹോംസിനെ സൃഷ്ടിക്കുമ്പോൾ ഈ കഥാപാത്രം ഇത്രമാത്രം വളരുമെന്ന് വിചാരിച്ചിരുന്നില്ല. പുസ്തകങ്ങൾ ഓരോന്നും പുറത്തിറങ്ങും തോറും ഹോംസ് ഡോയലിനേക്കാൾ വളർന്നു. തൻ്റെ ചരിത്രാഖ്യായികളും ഗവേഷണം നടത്തുന്നതിനു വേണ്ടി സമയം കണ്ടെത്തുന്നതിനായി ഡോയൽ മരണക്കണി ദ ഡെത്ത് ട്രാപ്പ് എന്ന നോവലിലൂടെ ഈ കഥാപാത്രത്തെ വധിച്ചു. പക്ഷേ ഇത് വായനക്കാർക്കിടയിൽ പ്രതിഷേധം സൃഷ്ടിച്ചു. കഥാകാരൻ വലിയ തെറ്റ് ചെയ്തതായി അവർ വ്യാഖ്യാനിച്ചു. വായനക്കാരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗത്യന്തരമില്ലാതെ ഡോയലിനു ഒഴിഞ്ഞ വീട് ദ എംപ്റ്റി ഹൗസ് എന്ന തൻ്റെ കഥയിലൂടെ ഹോംസിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടി വന്നു. തിരികെ വന്ന ഹോംസ് വീണ്ടും കഥകളിൽ നിറഞ്ഞു നിന്നു. ഷെർലക് ഹോംസ് ആരാധക ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. ഒരുപാട് ആലോചിച്ചാണ് ഡോയിൽ തൻ്റെ കഥാപാത്രത്തിന് ഷെർലക് ഹോംസ് എന്ന പേര് കണ്ടുപിടിച്ചത്. ഷെർലക് ഹോംസ് എന്ന പേര് ആദ്യമായി കുറിച്ചിട്ട ഡയറി ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്. അക്കാലത്ത് ജീവിച്ചിരുന്ന ഒളിവർ വൈൽഡ് ഹോംസ് എന്ന എഴുത്തുകാരനിൽ നിന്നാണ് ഡോയൽ ഹോംസ് എന്ന പേര് കടമെടുത്തത്. ലണ്ടനിൽ ജീവിച്ചിരുന്ന ജെയിംസ് എന്ന പേരുള്ള ഒരു ഡോക്ടറുടെ പുനരാവിഷ്കരണമായിരുന്നു ഷെർലക് ഹോംസ്. രോഗികളുടെ രോഗവിവരങ്ങൾ സൂക്ഷ്മദർശനത്തിലൂടെ അപഗ്രഥിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക സാമർഥ്യമുണ്ടായിരുന്നു. ഹോംസിൻ്റെ ഉറ്റച്ചങ്ങാതിയായ ഡോക്ടർ വാട്സൺ ഡോയലിൻ്റെ തനിപ്പകർപ്പായിരുന്നു. ലോകത്തിൽ ഇന്നേ വരെ എഴുതപ്പെട്ട എല്ലാ കുറ്റാന്വേഷണ നോവലുകൾക്ക് പ്രശസ്തിയുടെ കുടിമുടിയിൽ ഷെർലക് ഹോംസ് നിൽക്കുന്നു. ഷെർലക് ഹോംസിൻ്റെ ഏതാനും മികച്ച കുറ്റാന്വേഷണ കഥകളാണ് ഞാൻ ഈ ചാനലിൽ അവതരിപ്പിക്കാൻ പോകുന്നത്.